അമ്മേ, ഞാനിത് വാങ്ങിച്ചിട്ട് വരാം. രഞ്ജിത്ത്, താനിവിടെ നിൽക്കേ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. അല്ല സൂര്യ, ഞാൻ എടോ, താനിവിടെ അമ്മയുടെ അടുത്ത് നിൽക്കടോ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. ഓക്കെ? പത്മ, അതെങ്ങനെയാ ഉദയ കഴിച്ച ആപ്പിളില് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവുക? സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ഉദയ സാറ് കഴിച്ച ആപ്പിള് നമ്മൾ വാങ്ങിയതല്ല. പിന്നെ? അത് ഗംഗ എന്ന് പറയുന്ന അവര് കൊണ്ടുവന്ന ആപ്പിളാ. ഗംഗ കൊണ്ടുവന്ന ആപ്പിള്. അപ്പൊ ഇതിലെ ചതി എന്താണെന്ന് തനിക്ക് ബോധ്യമായില്ലേ? ഇതിലെ ചതി എന്താണെന്ന് എനിക്ക് ബോധ്യമായി അങ്കിൾ. ചതിക്കാനുള്ള ഉദ്ദേശം മനസ്സിലായില്ല. ചതിച്ചതിന്റെ ഉദ്ദേശം വ്യക്തമല്ലേ മോളെ? ഗംഗ എന്ന സ്ത്രീ അങ്കിളിന്റെ കുടുംബത്തെ ദ്രോഹിച്ച അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നലെ കയറി വന്ന എന്റെ കുടുംബത്തിന് എന്തിനാ അവര് ദ്രോഹിക്കുന്നേ? അപ്പൊ എന്റെ കുടുംബത്തിനെ ദ്രോഹിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതോ ഒരാളാണ് ഇതിന്റെ പുറകില്. മോളെ, എന്തൊക്കെയായി പറയുന്നേ? ആന്റി, ഇക്കാര്യത്തിൽ സംശയം വേണ്ട. ഗംഗയല്ല, ഈ നിൽക്കുന്ന നന്ദിനിയാണ് കുറ്റവാളി. എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതേ ഇവളാ. എന്തൊക്കെയാ മാഡം ഈ പറയുന്നേ? എനിക്കെന്താ അതിന്റെ ആവശ്യം? ഉദയ സാറിന് ഞാൻ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയത്. എനിക്ക് അദ്ദേഹത്തോട് എന്ത് വൈരാഗ്യ ഉള്ളത്? അത് മാത്രല്ല, ഞാനെന്തിനാ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നത്? ദേ, നീ തർക്കിച്ച് ജയിക്കാനൊന്നും നോക്കണ്ട. ഇത് ചെയ്തത് നീ തന്നെയാണെന്ന് എനിക്കറിയാം. ഹരിത, വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. നന്ദിനിയാണത് ചെയ്തത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ കുട്ടിയുടെ കയ്യിൽ? അത് മാത്രമല്ല, ഈ പറയുന്ന ഗംഗയെ നന്ദിനി ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെങ്ങനെയാ? ചതിക്കണമെന്ന് തീരുമാനിച്ചവർക്കേ ഒരുപാട് തവണയൊന്നും കാണേണ്ടി വരില്ല അങ്കിൾ. ഞാൻ എന്തിനാ ചതിക്കുന്നേ? എനിക്ക് എന്തിനാ നിങ്ങളോടൊക്കെ ദേഷ്യം? നിനക്ക് ദേഷ്യമില്ലേ? ഞാൻ വന്ന നിമിഷം മുതല് നീയും നിന്നെ കൊണ്ടു നടക്കുന്ന സൂര്യയും എന്നോട് പെരുമാറുന്ന രീതി എന്താ? നിന്റെ കോംപ്ലക്സ് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ പോലുള്ള ഗതി കെട്ടവളുമാർക്ക് എല്ലാം തികഞ്ഞ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങളോട് തോന്നുന്ന കോംപ്ലക്സ്, അത് നിനക്ക് എന്നോട് മാത്രമാണോ? ഇന്ദ്രജ ചേച്ചിയോടില്ലേ? വേദയോടില്ലേ? സർ, ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? മോളെ, ഉദയ ഒട്ടും സുഖമില്ലാത്ത ഒരവസ്ഥയിൽ കിടക്കുകയാണ്. ഈ നേരത്ത് നമ്മള് പുറത്തുനിന്ന് ഇങ്ങനെ തമ്മി തല്ലേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ആവശ്യമുണ്ട് അങ്കിൾ. കുറച്ചു മുൻപ് വരെ എന്റെ അച്ഛന്റെ ജീവൻ അപകടത്തിലായിരുന്നു. അതിന്റെ കാരണക്കാരി ഇവളാണെങ്കിൽ ഇവളെ ഞാൻ വെറുതെ വിടാൻ പാടുണ്ടോ? മോളെ പ്ലീസ്. അങ്കിൾ ഈ കാര്യത്തിൽ തർക്കിക്കാൻ വരണ്ട. സൂര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പത്മാന്റിയെ വിഷമിപ്പിക്കാൻ വേണ്ടി, എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി അച്ഛന് വിഷം കൊടുത്തതേ ഇവള് തന്നെയാ. എന്നാ പിന്നെ മാഡം അതിന്റെ നടപടികൾ എന്താന്ന് വെച്ചാ ചെയ്യും. പോലീസിനെ വിളിക്കോ, എന്നെ ചോദ്യം ചെയ്യോ, എന്താന്ന് വെച്ചാ ചെയ്തോ. അല്ലെങ്കിൽ പത്മ മാഡം പോലീസിനെ വിളിക്കേ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. ഹരിത മാഡം പറഞ്ഞല്ലോ നിങ്ങളോടൊക്കെ എനിക്ക് അസൂയാണെന്ന്. എന്തിന്റെ പേരില്? നിങ്ങൾ ഇടുന്നതോ ഉടുക്കുന്നതോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ ഉറങ്ങുന്ന മെത്തകളിൽ ഉറങ്ങണമെന്നോ നിങ്ങൾ യാത്ര ചെയ്യുന്ന കാറുകളിൽ യാത്ര ചെയ്യണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ആഭരണങ്ങൾ, നിങ്ങൾ പങ്കെടുക്കുന്ന വലിയ വലിയ ചടങ്ങുകള്, അതൊന്നും എനിക്കൊരു സന്തോഷം തന്നില്ലല്ലോ മാഡം. ഞാൻ ജീവിക്കുന്നതും ഞാൻ സന്തോഷിക്കുന്നതും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാ. മാഡത്തിന് എന്നോട് പകയാവാം, പക്ഷെ എനിക്ക് നിങ്ങളോട് ആരോട് ഒരു പകയില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല. നിർത്തടി മോളെ. നേരായാലും നീ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്
നീ പ്രസംഗിച്ച് തീർക്കുമ്പോ കൈയടിക്കാനേ ദേ ഈ നിൽക്കുന്ന അങ്കിള് മാത്രമേ കാണുള്ളൂ. ബാക്കി നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ തന്നെ ഈ ചതി ചെയ്തതെന്ന്. ആണോ? ഞാനാണോ ഈ ചതി ചെയ്തത്? എങ്കിൽ ആരെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചോണ്ട് വാ ഈ ചതി തെളിയിക്കാൻ. എന്താ ആരോടാ നീ ഈ ശബ്ദം ഉയർത്തുന്നത്? ശ്ശോ. കൂടുതൽ അഹങ്കരിക്കാൻ നിന്നോണ്ടല്ലോ ഓടിച്ച് നിന്റെ